പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിലെ അടിപൊളി ഒരു സീനാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇനി പറ. കാർത്തികയ്ക്ക് ഒരു ഓപ്ഷൻ തന്ന ഈ ടീമില് ആരെ കൊല്ലും, ആരെ ബ്രദർ ആക്കും, ആരെ കല്യാണം കഴിക്കും? Okay. I'll kill Subin. Adi will be my brother and I'll marry Vignesh. Reenu, it's your turn. I'll kill Subin for sure. I'll choose Srini as my brother and I'll marry no one. ആരെങ്കിലും ഒരാളുടെ പേര് പറയണം. അങ്ങനെയാണെങ്കിൽ I'll marry Adi. നല്ല best option. ആദി പുരുഷ്. Did I miss something? റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. അയ്യോ ചുമ്മാ പറയുന്നയാ, ഇവിടെ ഒരു ഗെയിം ആയിരുന്നു. എന്ത് കില്ല് അമിതയുടെ നല്ല അഭിനയമാണ് ഈ നിന്റെ എല്ലാ സീനിൽ. കണ്ടീഷൻസിനും പറ്റിയ ആളല്ലേ അതി അല്ലേ? Come on, guys. Grow up. ഈ വീക്ക് ഡിപ്ലോയ്മെന്റ് ആണ്, അതാരും മറക്കണ്ട. I'm gonna wash my hands. കണ്ട ആദിക്ക് ഫീലായി. റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. ഇതാണ് കിട സീൻ കേട്ടോ. Guys, കളിയും ചിരിയൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ ശ്രാവണിയുടെ വെഡിങ്ങിന് ഇവിടെ നിന്ന് ആരൊക്കെ വരും, ആരൊക്കെ ഡയറക്റ്റ് അവിടേക്ക് വരും, ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് വേണം. അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീനു, യു വിൽ ഡു ഇറ്റ്. പിന്നെ ശ്രാവണി പറഞ്ഞിട്ടുണ്ട് അവളുടെ വെഡിങ്ങിന് തലേന്ന് നമ്മുടെ ടീമിന്റെ വക എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണമെന്ന്. ഞാനൊരു പരിപാടി തട്ടിക്കൂട്ടിയിട്ടുണ്ട്. സമയമുള്ള പോലെ നമുക്ക് റിഹേഴ്സ് ചെയ്യാം. അതെന്ത് പരിപാടി? അവന്റെ ഫേസ് നല്ല രസമല്ലേ. 2.0 എന്നുവെച്ചാ എവിടെ അത് കൃഷ്ണന്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നൃത്തശില്പം. അപ്പൊ ഇയാള് ശ്രീകൃഷ്ണനും ഞാൻ കംസനുമായിരിക്കും അല്ലയോ? കമോൺ സുബിൻ, പിന്നെ താൻ കൃഷ്ണൻ ഞാൻ കംസനാവോ? കട്ടർ മിസ്കാസ്റ്റിംഗ് ആയിരിക്കും അത്. ആളുകൾ പോവും. പോരാ. റീനു, പ്രാക്ടീസിന്റെ കാര്യം മറക്കണ്ട. മെയിൻ ഗോപിക താനാണ്, കൃഷ്ണന്റെ രാധ. ഇതിനൊക്കെ നല്ല രസമാണ്. നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയാ. ആദി സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ. ആദിക്ക് എന്ത് കഴിവായിട്ടില്ലാത്ത എല്ലാ കഴിവുണ്ട്, വെള്ളം അടിക്കാനുള്ള കഴിവ് മാത്രം ദൈവം കൊടുത്തില്ല. വാള് വയ്ക്കും. കമോൺ സുബിൻ, കുതിരയ്ക്ക് കൊമ്പോടിക്കില്ലല്ലോ. റീനു, ഞാനിന്ന് വരെ മദ്യവെച്ചിട്ടില്ല കേട്ടോ, ഇവൻ വെറുതെ പറയുന്നതാ. അപ്പോ നമ്മളെവിടെ നിർത്തിയേ? ശൂലം പറയുടെ നമ്മുടെ കൊട്ടിക്കോലം തുള്ളും താളം, വീരമൊഴിയുടെ നമ്മുടെ കൊട്ടിക്കേറും. കല്യാണം ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത്. కంగ్రాచులేషన్. హలో, థ్యాంక్ యూ. మన అమ్మాయి శ్రావణి ఉంది కదా, అమ్మాయి వాళ్ళ ఫ్రెండ్స్ సిటీ నుంచి వచ్చారు. సిటీయా? సిటీ అంటే హైదరాబాద్ నుంచి. కమ్ గైస్. వెళ్ళండి వెళ్ళండి. ഇവന്മാർ ആ പ്രതിമയെ വന്ന് നോക്കുന്നത് നല്ല രസം. കയ്യിലൊക്കെ പിടിച്ചു ఈ విగ్రహం ఎన్నో ఏళ్ల క్రితం నుండి ఇక్కడే ఉంది. ఎవరు పెట్టారో తెలియదు. అంత క్రితం ఉన్న వాళ్ళు పెట్టుండొచ్చు. అది సరే గాని ఇంకా మీ వాళ్ళు ఎవరైనా రావాల్సి ఉన్నారా? ఇంకా ఎవరు లేరు. എടാ തിരിഞ്ഞോക്കാൻ പേടി. അവിടെ എത്ര വീട് നോക്ക്. ഞാൻ നോക്കൂല. ആ പ്രതിമയ്ക്കൊന്നും പറ്റിയില്ല തോന്നുന്നു. പ്രതിമ പിടിച്ച ദൈവമേ, കണ്ണി കണ്ടവന്റെ വണ്ടിയാണ്. അയ്യോ, ശർവാണി ഇട്ട് കിടന്ന് നിരങ്ങും. വല്ല രക്ഷപ്പെട്ട നീ പറയുന്നോ? ഒരു കൂട്ടം വരുന്നുണ്ടല്ലോ.
തീരാ പെട്ടിക്ക്. എടാ പണി പാളി. ഓ മലയാളികളാണല്ലേ, ഇങ്ങോട്ട് ഇറങ്ങടാ. സോറി എടാ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കരുത്, മനസ്സിലാടാ ഇഡിയറ്റ്സ്. ചേട്ടാ ഒന്നും പറ്റാത്തതിൽ സന്തോഷിക്കല്ലേട്ടാ വേണ്ടത്. ഓഹോ എടാ പ്രതിമ എങ്ങനെ തലവണ ഞാൻ ചത്തു വരുന്നെങ്കിലോ? എന്റെ കാര്യം പോട്ടെ, ശ്രാവണിയുടെ മുതുമുതൻ മിസ്റ്റർ പുലിവാൽ ദേവന്റെ പ്രതിമയാണത്. അദ്ദേഹത്തിന്റെ ഏത് ഓർമ്മ? എടാ അവരിനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കാണും? ఎవడ్రా మీరు ఆ? అది ఈ నా కొడుకుల్ని పోలీసులు పట్టిద్దాం. అది పిలు పిలు పోలీసుల్ని. పిలు అది పోలీసుల్ని. ഷോബി സാറിന്റെ സ്റ്റുഡന്റ് ഞങ്ങൾ കല്യാണം കൂടാൻ വന്ന്. ప్లీజ్ ఏటా ഒന്ന് പറയട്ടെ. కళ్యాణం కూడా ఇంగ్లీష్ వదిలే నాన్న వాళ్ళు పెళ్లి చూడటానికి వచ్చిన వాళ్ళు, మన అతిథులు, పెళ్లి కొడుకు తరపున బంధువులు కూడా. ఏం అవలేదు కదా, వదిలేయి నాన్న. അവന് വല്ലതും പിടികിട്ടിയാന്നോ? ആദി എന്താ റീനു കണ്ടില്ലേ, ഇവരെന്നെ കൊല്ലാൻ നോക്കി വണ്ടി അടിച്ച്. ഞാനിപ്പോ ചത്തുപോയനെ. ഇല്ല ഞങ്ങളത് മനഃപൂർവ്വം. എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവ് പോലെ ഉണ്ട്. What did you say? കണ്ണിന്റെ ആക്സിഡന്റലി പറ്റിയതല്ലേ, പോട്ടെ. മലയാളികളല്ലേ അവര്? റീനു മലയാളികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. ആദി വിട്, അവരൊന്നാമത് പേടിച്ചായിരിക്കുന്നേ. ഇതിൽ കൂടുതൽ സീനാക്കട്ടെ, വന്നേ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. വന്നേ വന്നേ. അവനെന്നെ അറിയില്ല, എന്റെ പഴയ സ്വഭാവം ഇങ്ങണ്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? അത് പറയുന്നതാണ് കാണാൻ. ഇടിച്ചേനാട് ഇപ്പോ. ഇവനെന്താ ഇത്ര ചൂടായത്? ആർക്കൊന്നും പറ്റിയില്ലല്ലോ, എല്ലാരും ചാടി രക്ഷപ്പെട്ടില്ലേ? എന്ത് പരിപാടിയാണ് കാണിച്ചത്? സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിരിക്കും. ഫോർമാലിറ്റി കല്യാണം വിളിച്ച് അപ്പൊ തന്നെ കെട്ടിയെടുക്കാണ്. അത് ശരി, എന്നാ ഞങ്ങള് തിരിച്ചു നോക്കോളാം. ആ പെട്രോൾ കാശും കിട്ടുക 3000 രൂപ കൊടുക്ക്. തമാശ പറയാനും പറ്റൂലേ? നിങ്ങളൊന്ന് പോണ്ട, ഞാൻ ഇവിടെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ എന്റെ ഹൽദി ഉണ്ടെന്ന് അതൊക്കെ കണ്ടിരിക്കേ പ്ലീസ്. അതെ ഞാൻ പോയി സെറ്റ് ചെയ്തിട്ട് വരാം. തിരിച്ചിടുമ്പോഴേക്കും പന്തലൊന്നും നശിപ്പിക്കരുത്. എന്താണ് സാറേ? അവനടുത്ത് പറഞ്ഞിട്ടുണ്ടോ തിരിച്ചു പന്തലൊന്നും നശിപ്പിക്കുന്നത്? നല്ല രസമാണല്ലേ അറിയുന്നേ. എന്തായാലും നമ്മള് വന്നതന്നല്ലടാ. എന്ത് നന്നായി, വന്ന വഴിക്ക് തന്നെ പ്രതിമ മേടിച്ചിട്ട് ആകെ അലമ്പായി. ഓ വേറെ ഒന്നും നടന്നിട്ടില്ല. വേറെന്ത് നടക്കാ? എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായടാ. അങ്ങനെ തുറന്ന് സമ്മതിക്ക്. സിംഗിളായ മതിയായിരുന്നു. അതവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി. അവള് കണ്ണ് കണ്ടാലും അറിയാം. കണ്ണുണ്ടല്ലോ എന്തിനാ? കണ്ണ് കണ്ടാലും അറിയാടാ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടത്തോണ്ട് ചോദിക്കണം, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ട് പിടിക്കുന്നത് സിംഗിളാണെന്ന്? ഇത് വല്ലാത്ത തൊന്തരവായില്. ഇവിടെ കണ്ണ് കണ്ടാലും അറിയാടാ. അത് പണ്ട് മുതലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നീ ഹൽദിയാണ്. എന്റെ പൊന്നോ. പോവല്ലടാ. సూపర్. నేను వెళ్ళొస్తాను, ఎవరైనా చూస్తే బాగుండదు. మీరు కానివ్వండి కానివ్వండి. Next we have a dance performance by our team. It's a traditional dance performance led by Reenu and her team. Let's give them a huge round of applause. ഈ വീഡിയോയിൽ ആദ്യം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെയാണ് ബ്രദറാക്കാൻ ഇഷ്ടം, ആരെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം, ഫ്രണ്ടാക്കാൻ ഇഷ്ടം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കല്യാണത്തിന് പോകുമ്പോൾ ഉള്ള സീന്, ആ വണ്ടി ഇടിക്കുമ്പോൾ ആ പ്രതിമ സ്ലോ മോഷനിൽ വന്ന് ഇങ്ങനെ വീഴുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ ഹൽദി സീൻ നല്ലതായിട്ട് അവരെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ സീൻ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.